നമസ്കാരം. ഉപ്പുമുളകിനെ കുറിച്ചുള്ള എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെങ്ങനെ ഇനി ഉപ്പുമുളകും ഷോ ചെയ്യും എന്നതാണ് ഇപ്പോഴത്തെ വിഷയം. ഓരോരുത്തരായി വിവാദത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മുടിയൻ, പിന്നാലെ ബാലുവും നീലുവും പുറത്തായി. പകരക്കാരനായി വന്ന ഒരുവിധം ജനശ്രദ്ധ പിടിച്ച് ജനങ്ങളുടെ ഇഷ്ടം പിടിച്ച് പറ്റിയ സിദ്ധുവും ഇപ്പോൾ ഷോയിൽ നിന്ന് പുറത്തു പോവുകയാണ് എന്നാണ് അറിയുന്നത്. ഷോയുടെ പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും വിവാദമായ ആളുകളെ ഷോയിൽ ഉൾപ്പെടുത്തുവാൻ ശ്രീകണ്ഠൻ നായർ തയ്യാറാവില്ല എന്നാണ് ഇതിന് മുമ്പ് ഒക്കെ ഉള്ള അനുഭവം വെച്ച് നമുക്ക് മനസ്സിലാവുന്നത്. വിവിധ കേസുകളിൽ പെട്ട് ഉപ്പുമുളകും പരമ്പരയിലെ ഓരോരുത്തരായി പുറത്തു പോകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനമായി ഇതാ സിദ്ധാർത്ഥ് എന്ന സിദ്ധുവും ഈ ഷോയിൽ നിന്നും പുറത്ത് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഷോ നിർത്തിവെക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട വ്യത്യസ്തമായ ഒരു ഷോയാണ് ഉപ്പുമുളകും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല, പ്രത്യേകിച്ചും കാണുന്ന ആളുകൾക്ക്. ഫ്ലവേഴ്സ് ടിവിയെ തന്നെ നിലനിർത്തുന്നത് ഒരുപക്ഷെ ഉപ്പുമുളകുമാണ് എന്ന് പറയാം. കാരണം ഉപ്പുമുളകിലെ ഷോ തന്നെയാണ് ഫ്ലവേഴ്സിൽ ഏറെക്കുറെ സമയങ്ങളിൽ, പ്രത്യേകിച്ചും പകൽ സമയങ്ങളിലൊക്കെ പുതിയ ഒരു പ്രോഗ്രാമും ഇല്ലാത്ത സമയങ്ങളിലെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നതും അത് കാണാൻ എന്നെപ്പോലുള്ള നിരവധി ആളുകളുമുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പ്രതീക്ഷിക്കാം ഉപ്പുമുളകും പ്രശ്നങ്ങളൊക്കെ തീർത്ത് വീണ്ടും മടങ്ങി വരുമെന്ന്. എല്ലാം ശ്രീകണ്ഠൻ നായരുടെയും അതേപോലെ തന്നെ ഈ ചാനലിൻ്റെ നടത്തിപ്പുകാരുടെയും കയ്യിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനു മുമ്പുള്ള അനുഭവം വെച്ച് വിവാദമായ ആളുകളെയൊക്കെ അവർ പുറത്താക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ ആവാനുള്ള ഒരു സാധ്യതയാണ് എനിക്കും മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥും ഷോയിൽ നിന്ന് പുറത്താവുകയും ഷോ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ 10ാം വർഷത്തിൽ കാണുന്നത്. 10 വർഷം തികയുന്നതിൻ്റെ ആഘോഷങ്ങൾ ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, അഥവാ നടക്കാനിരിക്കുന്ന ഈ സമയത്ത് ഈ ഷോ വീണ്ടും നിർത്തേണ്ടി വരുന്നു. എന്താ ശനി തന്നെയാണോ ഈ ഷോയ്ക്ക്? ജനങ്ങളേറെ ഇഷ്ടപ്പെടുന്നൊരു ഷോയാണ് ഉപ്പുമുളകും ഫ്ലവേഴ്സ് ടിവിയുടെ. ആ ഷോ നിർത്തുവാനുള്ള തീരുമാനത്തിലേക്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പ്രൊമോയൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇന്നത്തെ പ്രൊമോയെക്കുറിച്ചുള്ള അറിയിപ്പ് വന്നിട്ടില്ല. അപ്പോൾ ഷോ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഷോ താൽക്കാലികമായിട്ടെങ്കിലും നിർത്തും എന്നാണ് മനസ്സിലാവുന്നത്. ഇന്നലത്തെ കാര്യം നിങ്ങൾക്കൊക്കെ ഞാൻ പറയാതെ അറിയാം. സിദ്ധാർത്ഥ് മദ്യപിച്ച് റോഡിലും ജനങ്ങളോടും അതേപോലെ തന്നെ പോലീസുകാരോടുമൊക്കെ വളരെ മോശമായി പെരുമാറിയ ഒരു സീൻ നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനൊരാളെ വച്ച് ഈ ഷോ മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യം ഒരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. അതിനുള്ള സാധ്യത കുറവാണ്. ശ്രീകണ്ഠൻ നായരുടെ മേൽനോട്ടത്തിലാണ് ഈ ചാനൽ എന്നതുകൊണ്ട് തന്നെ ശ്രീകണ്ഠൻ നായർ അത്തരക്കാരെ ഇതിനകത്ത് അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് വിശ്വാസം. എന്തായാലും നമുക്ക് കണ്ടിരിക്കാം പുതിയ ആളുകളെ വച്ച് ഇനി ഈ ഷോ ഉണ്ടാകുമോ അതോ ഈ ഷോ ഇവിടെ നിൽക്കുമോ. എന്തായാലും ഏറെ പ്രതീക്ഷയോടെയാണ് ഉപ്പുമുളകും ആരാധകർ കാത്തിരിക്കുന്നത്. ഉപ്പുമുളകും കാണുന്നവർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആളാണ് ഇതിൽ ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കുന്നവർ. ആദ്യം മുടിയും പോയപ്പോൾ തന്നെ ഈ ഷോയുടെ കാലം കഴിഞ്ഞു എന്നെല്ലാവരും വിചാരിച്ചതാണ്. പിന്നെയും ബാലുവും നീലും ഒക്കെ ഉള്ളതുകൊണ്ട് ഷോ ഒരുവിധം തട്ടിയും മുട്ടിയും മുന്നോട്ട് പോയി. പക്ഷേ ഇനിയും മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഷോ ഏതാനും ദിവസങ്ങൾക്കകത്തോ അതോ ഇന്നോ നാളെയോ തന്നെയോ അവസാനിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, താൽക്കാലികമായെങ്കിലും.